മാവേലിക്കരയിലേക്ക് പഴയ അടൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമൊക്കെ മാറി കൊല്ലത്തിന്റെ അതിരുകളൊക്കെ മാറി അങ്ങനെ വന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഇങ്ങ് പത്തനാപുരം മുതൽ, പത്തനാപുരം വന്നാൽ സഹീർ പർവ്വതത്തിലെ വളരെ പ്രധാനപ്പെട്ട മലനിരകൾ കടന്നു പോകുന്ന മണ്ഡലമാണ് നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മണ്ഡലം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗം. അവിടെ നിന്ന് അങ്ങ് കൊല്ലത്തേക്ക് നഗര കേന്ദ്രത്തിലേക്ക് എത്തണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഒക്കെ സഞ്ചരിക്കണം പല മേഖലയിൽ നിന്ന്. കാടൊക്ക മൂടിക്കിടക്കുന്ന തമിഴ്നാടുമായി അതിര് പങ്കിടുന്ന പത്തനാപുരം മുതൽ അങ്ങ് താഴെ ആലപ്പുഴ ജില്ലയിലെ എവിടെ കുട്ടനാട് വരെ, കുട്ടനാട് നിയമസഭാ മണ്ഡലം വരെ നീണ്ട നിവർന്ന് ഒരു വല്ലാത്ത ആകൃതിയിൽ കിടക്കുന്ന ഒരു മണ്ഡലം. അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അത് അതീവ ക്ലേശകരമാണ് എല്ലാ മുന്നണികൾക്കും. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും വിജയക്കൊടി പാറിക്കുമോ അതോ അട്ടിമറിയാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നത് വളരെ 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 പ്രധാനം. കൊടിക്കുന്നിൽ സുരേഷ് യുവ നേതാവായി എത്തുന്നു. വളരെ സാധാരണ സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. പിന്നീട് തുടർച്ചയായ വിജയങ്ങൾ, ഇടയ്ക്ക് 2 പരാജയങ്ങൾ, കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 നേതാക്കളെ ഇപ്പോൾ നമ്മൾ എണ്ണിയെടുത്താൽ അതിൽ കൊടിക്കുന്നിൽ സുരേഷും ഉണ്ടാകും, അതിലൊരു സംശയവും വേണ്ട. ദേശീയതലത്തിലെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ യുവ നേതാവ് CA അരുൺകുമാർ. കൊടിക്കുന്നിൽ പണ്ട് വന്നതുപോലെ ഒരു ചെറുപ്പക്കാരനായി വന്ന് എളിമയോടുകൂടി വന്ന് പിന്നെ തുടർച്ചയായ വിജയ പരമ്പരകളിലേക്ക് നടന്നു കയറിയതുപോലെ CA അരുൺകുമാർ നടന്നു കയറുമോ? കൊടിക്കുന്നിലിന് ആ വൻമരത്തിന് അടിതെറ്റുമോ എന്ന ചോദ്യമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. BJPയും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ചരിത്രമുള്ള പ്രദേശങ്ങൾ, ചില നിയമസഭാ മണ്ഡലങ്ങളും ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മാവേലിക്കര അടക്കം അവിടെ കലാശാല ബാബു മത്സരിക്കുന്നു. പക്ഷേ വിജയത്തിലേക്ക് എത്തില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പുണ്ട്. എങ്കിലും കൊടിക്കുന്നിൽ സുരേഷും CA അരുൺകുമാറും തമ്മിലുള്ള മത്സരത്തിന്റെ ചൂടും ചൂരും ആവേശവും വീറും വാശിയും ഒക്കെ എത്രത്തോളം വർദ്ധിച്ചു വന്ന് ഈ പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടതാണ്. 2019 ചിത്രം കൂടി ഉണ്ടെങ്കിൽ അതുകൂടി നമുക്കത് കാണിക്കാമെന്ന് തോന്നുന്നു. CA അരുൺകുമാർ മാവേലിക്കരയിൽ മത്സരിക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് അടിപതറുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. 4,40,415 വോട്ടുകൾ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നേടി. അടൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം മാവേലിക്കരയിലും രൂപം മാറി, പ്രദേശം മാറി, ഈ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് വന്നപ്പോൾ, ഒഴിവാക്കപ്പെട്ടു വന്നപ്പോൾ അവിടെ ആ വിജയ പരമ്പര തുടരാൻ കഴിഞ്ഞു. 61,138 വോട്ടുകളുടെ ഭൂരിപക്ഷം. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, അതിൽ ഭൂരിപക്ഷം എല്ലാം ഒരു 90%, ഏറെക്കുറെ 85-90% അത് ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ളപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷ് അവിടെ വിജയിച്ചത്. ആ മണ്ഡലത്തിന് പുറത്തുള്ളവർ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നേരിട്ടറിയാത്തവർ പറയാറുണ്ട് എപ്പോഴും, മടുത്തില്ലേ എത്ര കാലമായെന്ന്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, തെക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഈ അടൂർ മുതൽ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അതിർത്തി കടന്നാൽ നിലമേൽ പഞ്ചായത്ത് മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന പ്രദേശം, പഴയ അടൂർ ലോക്സഭാ മണ്ഡലം തുടങ്ങുന്ന ആ പ്രദേശം മുതൽ അങ്ങോട്ട് അവിടുത്തെ കോൺഗ്രസ് എന്നാൽ അത് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് ആണ് ആ പ്രദേശത്തെ കോൺഗ്രസ്. ഒരു ചെറിയ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിൽ. ഇതിന് മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ പരിചയമില്ലാത്തവരൊക്കെ വിചാരിക്കും, എത്ര കാലമായി ഇയാൾക്കെതിരെ എന്തോ ഒരു ജനവികാരം ഉണ്ടാകും. എല്ലാ കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രമല്ല എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ജനപ്രതിയാണ്. അപ്പോൾ ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ അതോ ഒരു യുവ നേതാവിന് അവിടെ വിജയിക്കാൻ കഴിയുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ആ വോട്ട് വ്യത്യാസമാണ് 61,138. ഒറ്റ ചോദ്യം, കൊടിക്കുന്നിൽ വീഴുമോ അതോ വീണ്ടും വെന്നിക്കൊടി പാറിക്കുമോ എന്നതാണ് ചോദ്യം. ആരാണ് നമുക്കിപ്പോൾ ഉള്ളത് വിവരങ്ങളുമായി? രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട്, ഇങ്ങ് മലയോരം, ഇത് വല്ലാത്തൊരു കിടപ്പാണ്. ഈ മണ്ഡലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ രതീഷ് ആദ്യമേ പറഞ്ഞ പോസിറ്റീവ് കാര്യം തന്നെയാണ് കൊടിക്കുന്നിലിനുള്ളത്. ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണോ ആ രീതിയിൽ ഈ 3 ജില്ലകളിലായിട്ട് ഇങ്ങനെ മലയോരവും കുട്ടനാടും കായലും ഒക്കെയായി പരന്നു കിടക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി എല്ലായിടത്തും പങ്കെടുക്കാറുണ്ട്. ചിലപ്പോൾ ചില പാർട്ടിക്കാർക്കൊക്കെ അദ്ദേഹത്തിനോട്, കോൺഗ്രസ്സുകാർക്കൊക്കെ അദ്ദേഹത്തിനോടൊരു വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഒക്കെ എതിർപ്പുണ്ടാകും. പക്ഷേ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായി യാതൊരു വിധമായ എതിർപ്പില്ല. കാരണം ഏത് പാതിരാത്രിയിലും ഏത് നിമിഷവും അദ്ദേഹം കഷ്ടമായി, ശബ്ദം മുറിഞ്ഞുപോയി. രഘു, 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേൾക്കാം. ഏത് പാതിരാത്രിയിൽ ഫോൺ എടുക്കും, അവിടെ മുതൽ തുടരാം. അതെ, അദ്ദേഹം അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ നമുക്ക് സ്വാഭാവികമായി തന്നെ കഴിഞ്ഞ ശബരിമലയ്ക്ക് അനുകൂല തരംഗമൊക്കെ അടിച്ചപ്പോഴും അദ്ദേഹം
ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലൊന്നും ജയിച്ചില്ല, എന്നാലും ഒരു സേഫ് മാർജിനിൽ അദ്ദേഹം ജയിച്ചു കയറി. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ, അദ്ദേഹത്തിനുള്ള ജനപിന്തുണ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. പക്ഷേ CPI സംബന്ധിച്ചിടത്തോളം 20 സീറ്റിൽ അല്ലെങ്കിൽ CPI മത്സരിച്ച സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ ആദ്യം ജയിക്കാൻ പോകുന്നത് മാവേലിക്കരയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് CPIക്കുള്ളത്. കാരണം ഒരു യുവജനമാണ്, പുതുമുഖമാണ്, യുവജനങ്ങളുടെയൊക്കെ ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടാകും എന്ന് മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെ നിരന്തരമായി മത്സരിക്കുന്നത് കൊണ്ടൊരു ആവർത്തന വിരസത ഉണ്ടാകുമെന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായാലും കൊടിക്കുന്നിൽ അല്ലെങ്കിൽ മാവേലിക്കരയൊക്കെ A ക്ലാസ് മണ്ഡലം BJP ഒക്കെ ആണെങ്കിൽ പോലും BJP 3-ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും. 2-3 സ്ഥാനം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. കൊടുക്കുന്നിൽ അല്ലെങ്കിൽ അരുൺകുമാർ എന്ന് തന്നെ ആയിരിക്കും അതിനകത്തെ അവസാനമായിട്ട് ചിത്രം. എന്തായാലും ഒരു ചെറിയ മുൻതൂക്കം കൊടുക്കുന്നിലാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയെങ്കിലും CPIക്ക് ഒരു സീറ്റ് കിട്ടിയാൽ അതിൽ ആദ്യം ജയിക്കാൻ പോകുന്നത് മാവേലിക്കരയായിരിക്കും. അതാണ് CPIയുടെയും LDF ക്യാമ്പിൻ്റെയും ആത്മവിശ്വാസം, LDFന് ഇഷ്ടപ്പെടുന്നവരുടെയും ആത്മവിശ്വാസം. പക്ഷേ അത് വല്ലാത്ത ചെക്കാണ് ഇക്കുറി കൊടിക്കുന്നിൽ സുരേഷ് വെച്ച. പണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എന്ന യുവനേതാവിനെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി മത്സരിപ്പിച്ചതുപോലെ, അടൂരിൽ മത്സരിപ്പിച്ചതുപോലെ ഒരു വല്ലാത്ത ചെക്കാണ് വച്ചിരിക്കുന്നത്. വളരെ യുവ നേതാവ്, എല്ലാവർക്കും വളരെ സ്വീകാര്യനായി വളരെ പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരാൻ കഴിയുമെന്ന് ഒറ്റ നോട്ടത്തിൽ ആ ബോഡി ലാംഗ്വേജിൽ തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവിനെ വച്ച് വല്ലാത്തൊരു ചെക്ക് വച്ചിരിക്കുകയാണ്. ചെക്ക് വെച്ച് വെട്ടാൻ കഴിയുമോ കൊടിക്കുന്നിലിനെ എന്നതാണ് ചോദ്യം.